ഇപ്പോൾ റെസ്റ്റ് കിട്ടുമെന്നും പറഞ്ഞാണ് കീപ്പ് ചെയ്യാൻ വന്നു നിന്നത്. നിനക്ക് കീപ്പ് ചെയ്ത് കൈ പൊട്ടാറായി. 13 കളിയായില്ലടാ, ഒരു ബാളെങ്കിലും ബാറ്റിൽ കൊള്ളിച്ചാടാ. ആ സീസൺ എൻ്റെ അടുത്ത് എന്തോ വാശിയുണ്ടെന്ന് തോന്നുന്നു. ഒരു ബോൾ അവൻ്റെ ബാറ്റ് എറിഞ്ഞിട്ടില്ല. ചെറിയ പേടിയുണ്ട് അവനെന്നെ. ഇവിടെ വന്നപ്പോൾ കിഴങ്ങ് ബൗളറായിരുന്നു. നിനക്ക് ഒറ്റ ഒരുത്തന്നെ എറിഞ്ഞാൽ അവൻ ഇൻ്റർനാഷണൽ ബൗളറായി. നീ ക്രിക്കറ്റിൽ നിർത്തണേണ് നല്ലത്. എന്നിട്ട് വള്ളം കളിക്ക് പോടാ. എന്താ നിൻ്റെ തൊഴുത്തിൽ കണ്ടിട്ട് നീ അതിൽ ജോബിക്കാനാണ് ചാൻസ്. ഡേയ്, ഈ ടർഫ് തിരുവനന്തപുരത്തേക്കുന്ന ടർഫാണ്. നീ തുഴഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്തനംതിട്ട കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നിന്ന് തുഴയാണെങ്കിൽ തമിഴ്നാട്ടിന് പോകും. സച്ചിൻ പറഞ്ഞ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂലല്ലോ. സച്ചിൻ്റെ സൂപ്പർ കളി കേട്ടാ. നിനക്ക് ഓടാൻ വയ്യാത്തതാണ് നിന്നെ പിടിച്ച് കീപ്പർ എടുത്തേക്കണം. നിനക്ക് നല്ല ബോധമുണ്ടോ? നിന്നെ പന്തും ബാറ്റ് സ്വന്തമായിട്ടുള്ളതുകൊണ്ടല്ലേ കളിക്ക് ഇറങ്ങിയേക്കണത്. പിന്നെ ഞാനല്ലേ ടർഫിൽ പൈസ എടുത്തത്. എന്നെ ഔട്ടാക്കി ഇപ്പം കാണാം. മടി കയറിയില്ല അത്രയും സ്ഥലം കിടന്നാർക്കാ കാര്യം. ആജി നിന്റെ പന്ത് കയറിക്കൊണ്ട് എൻ്റെ വയറ് പെരുവിരിക്കുകയാണ്. ഇപ്പോഴൊന്നും അടിയിക്കില്ല. ഒരു ഓവറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ തകർക്കായിരുന്നു. ഞാനും ആഗ്രഹിച്ചു ചേട്ടാ, ഒരു ഓവറോടെ കിട്ടിയിരുന്നെങ്കിൽ. അത്രയും നേരം അപ്പുറത്തിരുന്ന് ഉറങ്ങായിരുന്നു. സൂപ്പർ ബാറ്റിംഗ്. എൻ്റെ ടീഷർട്ട് കൊടുക്കാം. എൻ്റെ ടീഷർട്ട് ഞാൻ വെച്ചത് ടീഷർട്ട്. അല്ല, വേറെ രസം ചേട്ടാ, കഴിഞ്ഞ കൊല്ലം ആ ഒരെണ്ണം അടിച്ചിട്ടുള്ളൂ. പക്ഷെ ആ 6 സൂപ്പറായിരുന്നു അന്ന് അടിച്ചു. ഒരു ഓവറൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ 6 ബാളും കൂടെ നീ തുഴഞ്ഞ് ഞാൻ പിടിക്കേണ്ടി വന്നെ. ഈ കപിൽ ദേവൻ ഇത്തിരി അല്ലല്ല, പല സമയത്ത് പല കളിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ടച്ച് വിട്ട് കിടക്കണോണ്ട്. ഇന്നലെ ആരോ ചോദിച്ചു എവിടെ പോകണ്ട. അപ്പം പറഞ്ഞു ഞാൻ ക്രിക്കറ്റിന് പോകണമെന്ന്. അപ്പൊ ചോദിച്ചു ഓ നിനക്ക് ആരാവാനാണ് ആഗ്രഹമെന്ന്. അപ്പൊ പറഞ്ഞു IM വിജയൻ. IM വിജയൻ രവിശാസ്ത്രി എന്ന് പറഞ്ഞപ്പോൾ IM വിജയൻ ആയിപ്പോയാണ്. അല്ല നീ നേരത്തെ ഒരു ഓവർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചാണ്. അത് വേറെ കളിയാ. ഒരു ഓവറിന് പകരം 3 ഓവർ അധികം ഞാൻ നിനക്ക് എറിഞ്ഞത്. അല്ല, നീ ബൗളിങ്ങിന്റെ പ്രാക്ടീസിന് പോകണം. എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാര്യം നീ കുറേ നോ ബോൾ, ചുമ്മാ നോ ബോൾ ബാറ്റ് കൊള്ളാത്തല്ല നോ ബോൾ കേട്ടേ. ഇടാ ഇവന്റെ ബാറ്റ് നോക്കടാ, 3 മാസമായി മേടിച്ചിട്ട് പുതിയ ഒരു ബോൾ 10 ബാറ്റ് കൊടുത്തിട്ട്. അല്ലല്ലേ, ഇവനെ നീ പൈലൈന് ടോസ് ഇടാൻ നിർത്തല്ലേ. ഞാൻ നിന്നാണോ 25 രൂപ എനിക്ക് 5 കളിക്ക് ടോസ് ഇട്ട് എല്ലാം 5ന്റെ തൊട്ട് എടുത്തോളൂ. ടോസിന്റെ പൈസ ടൈലർ പറയുമ്പോ കിട്ടുന്നത് ഞാൻ പൈസ എടുത്തിട്ട് കൊണ്ട് കായ് കൂടെ കിടന്നു. അവന്റെ അമ്മ ചോദിച്ചേട്ടാ ഏത് അമ്പലം ഓർമ്മിന്റെ കുറ്റി പൊട്ടിച്ചു ഒരു കുടുക്ക നിറഞ്ഞു ടോസറിന് എല്ലാ പൈസ എടുത്തു. ആ പാവപ്പെട്ട ആ പവാനിക്കന് കുറ അവർക്ക് നിലത്തല്ലില്ല ഇരിക്കണം. വീടിനെ തിന്നവരുണ്ട അതെങ്കിലും ഉപകരിക്കട്ടെ. അത് പഞ്ചാബിലെ ഹരിശ്രീശൻ എടുത്താൽ തുടയും. കളി തീർന്ന് അപ്പോഴേ പോയതിന് എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തേണ്ട കാര്യം നിന്നെ കളിക്കാൻ ഇറങ്ങിയില്ലല്ലോ. പോവാത്തറിയാമോ? ഞാൻ പറഞ്ഞ് കളി തീരുമ്പോ നീ ഷവർമ്മ മേടിച്ചു തരുമല്ലോ എല്ലാവർക്കും. അതില്ല. അല്ല, ഞാൻ ജയിച്ചേക്കുന്നു വാങ്ങിച്ചത് തന്നെ. അപ്പൊ ഈ കൊല്ലം ഷവർമ്മ ഇല്ല. എടാ ഇനി ക്രിക്കറ്റ് കളി നിർത്തണം. കാരണം എപ്പിസോഡ് ഇട്ടിട്ട് ഒരുപാട് നാളായി. അനൂപ് തെറി വിളിച്ചു തുടങ്ങി. നമ്മൾ അഭിനയമൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ ക്രിക്കറ്റിന്റെ പുറകെ പോയത്. അത് ഇവനെ പടത്തിന്റെ ഷൂട്ടൊന്നും ആര് ഇവന് അനൂപ് പറഞ്ഞ അവനെ വിളിക്കുമ്പോഴൊക്കെ അവന് ഷൂട്ടുണ്ടോ? അതല്ലേ എപ്പിസോഡ് എപ്പോ വിളിച്ചാലും ഫസ്റ്റ് റിങ്ങിൽ ഫോൺ എടുക്കും. വീഡിയോ കോൾ വിളിച്ചാൽ ജനൽ എപ്പോഴും കാണാൻ. ഇവ എന്ന് വാട്സപ്പിൽ ഫിലിമിന്റെ ഇതിടും സ്റ്റോറി. ആ പടം എല്ലാം ഞാൻ കണ്ടിപ്പോ കാണൂല. നീ പോസ്റ്ററിന്റെ പരസ്യം ചെയ്യണം. പിന്നെ എന്തെങ്കിലും അടവ് പറഞ്ഞ് രക്ഷപ്പെടണ്ടേ? അല്ല, ഇവനെ കറങ്ങി തിരിഞ്ഞൊരു ഷൂട്ട് വയ്ക്കും. അന്ന് എവിടെന്നെങ്കിലും വേറെ ഷൂട്ട് വരും. വീണ്ടും പറഞ്ഞു എങ്കിൽ അങ്ങനെ നമുക്ക് 25 പിടിക്കാം. അന്ന് അങ്കിൽ 25 പിടിക്കണം. വീണ്ടും കറങ്ങി തിരിഞ്ഞ് 25-ാം തീയതി ഇപ്പം പറഞ്ഞ അന്ന് എവിടെന്നെങ്കിലും വരും ഷൂട്ട് എന്നൊക്കെ വിളിക്കുമോ? അന്നല്ലേ എവിടെ? അല്ല കളിയല്ല, സീരിയസ് ആയിട്ടാണ് എപ്പിസോഡ്. ചിലപ്പം ഇന്ന് പ്രഭാസ് സാർ വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വരുമെന്ന് പറഞ്ഞു. കളിച്ചോട്ടിക്കുമ്പോ വരാത്ത എന്താ എങ്കിൽ പുള്ളി പറഞ്ഞേരാ എപ്പിസോഡിനേക്കാൾ കോമഡി ഇവിടെയാണ്. ഇവന്റെ ബാറ്റിംഗ് നമുക്കൊരു ഇവന്റെ ബാറ്റിംഗ് വെച്ചൊരു എപ്പിസോഡ് പുള്ളി വന്നിട്ട് അവന്റെ ബാറ്റിംഗ് കണ്ടിരുന്ന് ഉറങ്ങണമെന്നോ.
അല്ല വേറെ കിളവി എടുത്ത് പോയി. എടാ ഈ ടർഫിന്റെ പോലാളി പറഞ്ഞത് നമുക്ക് ഇന്ന് കളിച്ചാൽ പൈസ കൊടുക്കേണ്ടത് അവർക്ക് കഷ്ടം തോന്നി ഇതിന്റെ ബാറ്റ് ചെയ്യാൻ. സാർ ഇനി വന്നിട്ട് പറയുമെന്തോ എപ്പിസോഡ് നടത്തിയിട്ട് ഫുട്ബോൾ തുടങ്ങിയത്. അല്ലല്ല സാറ് വരുന്ന എന്തോ സാറിനൊരു പേസ്റ്റ് ഇറങ്ങിയല്ലേ, ടൂത്ത് പേസ്റ്റ് എഡിനോറ, അതിന്റെ പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ചിലപ്പോ അത് നിങ്ങളെ നായകനാക്കുള്ള പരിപാടി. എന്റെ പല്ല് കണ്ടിട്ടല്ലേ? ഫ്ലെക്സ് ഒട്ടിച്ചാൽ അല്ല, ഞാൻ ഒരു പുതിയ ഐഡിയ, ഞാൻ പ്രവാസ് സാറിനെ ഇന്നലെ വിളിച്ചു, കിട്ടിയില്ല. പക്ഷെ ഞാൻ സാറിന്റെ മോൻ പ്രവീണിനെ വിളിച്ച് പറഞ്ഞു, അതായത് സാറേ അതിന് പറ്റിയ പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ബാറ്റിംഗ് ചെയ്യും, അപ്പൊ നിങ്ങൾ ആരെങ്കിലും എറിയണം, ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ ഈ ബോൾ വന്ന് പല്ലിലടിച്ച് ബോൾ രണ്ടായിട്ട് കീറും. അപ്പൊ ഞാൻ ബോളർ നോക്കിയിട്ട് എഡിനോറാ എറിയടാ. അത് സൂപ്പർ ആയിരിക്കും. വലിച്ച് എടാ, കോർക്ക് പന്തായിരുന്നാലും എഡിനോറ പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചാൽ ആ കോർക്ക് പന്ത് പൊട്ടും. സൂപ്പർ സാധനമാണ്. കിടിലോടാ. അതായത് നമ്മുടെ ഈ സാധാരണ പേസ്റ്റ് ഇല്ലേ, എൻ്റെ കുറെ പേര് വിളിച്ചിട്ടുണ്ട് നല്ല ഗംഭീര പേസ്റ്റ് എന്ന് പറഞ്ഞ്. നല്ല രസമുണ്ട്. കാര്യം നമ്മൾ കുറേ നാൾ കൊണ്ട് ഒരുപാട് പേസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാത്തിനും പല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഒരു ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞൊരു അതായത് നമ്മൾ ഈ പേസ്റ്റ് തേക്കുമ്പോൾ സാധാരണ പേസ്റ്റ് കുട്ടികൾക്ക്, അത് നമുക്കായാലും വലിയവർക്കായിരുന്നാലും ഉള്ളിലോട്ട് പേസ്റ്റ് ഉള്ളിൽ പോയാൽ നമ്മൾ കഴിച്ചാലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ പേസ്റ്റ് മേടിച്ച് ആടാ തിന്നണത്. അങ്ങനെയല്ലടാ, ചില പേസ്റ്റിൽ നമ്മൾ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് പിള്ളേർ പേസ്റ്റ് എടുത്ത് കഴിക്കുന്നു. പിള്ളേർക്കുള്ളിൽ പോയാലും കുഴപ്പമില്ല. അല്ല, കുട്ടികൾക്കുള്ള ആർക്കുള്ളിൽ പോയാലും കുഴപ്പമില്ല. കുട്ടികൾക്കുള്ള പേസ്റ്റ് ഉണ്ട്, അവർക്കുള്ളിൽ പോയാലും കുഴപ്പമില്ല, നമുക്കുള്ളിൽ പോയാലും കുഴപ്പമില്ല. ഉഗ്രം പേസ്റ്റ് ആണ്. അപ്പം പല്ലി വെച്ചിട്ട് തുപ്പണ്ട. അപ്പൊ കിടിലം പേസ്റ്റ് ആയിരിക്കും കേട്ടാ. അപ്പൊ മിക്കവാറും നമ്മളെ വെബ് സീരീസ് നിർത്തും. അതെന്താ പിന്നെ പേസ്റ്റ് കയറി ക്ലിക്കാവുകയാണെങ്കിൽ നമുക്ക് പേസ്റ്റ് കച്ചവടത്തിന് പോകാം ഇനി എല്ലാവരും കൂടെ. അത് അതായത് ഫുള്ള് ആയുർവേദമാണ്. ആയുർവേദത്തിൻ്റെ ഫുള്ള് സാധനങ്ങളാണ് അത്. അല്ല, കെമിക്കലായിട്ടൊന്നും ഒരു സാധനം, നമ്മൾ സാധാരണ പേസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എത്ര ആയുർവേദ ഔഷധങ്ങളുണ്ട് ഈ പറഞ്ഞ ഔഷധങ്ങൾ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ ഞാനാണ് പേസ്റ്റ് ഉണ്ടാക്കിയത്. ഇവ ചോദിക്കണേ പേസ്റ്റിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കറി കൂടെ കൂട്ടാൻ. രാവിലെ എടുത്ത് അല്ല രതീഷ്, ഇത് നിനക്കുള്ള വിഷയമല്ലടാ. അവൻ പല്ലി കഴിക്കാത്തോണ്ട് അവരിത് വലിയ ബോധമുണ്ടല്ലോ ഈ കാര്യത്തിൽ. പ്രഭാര സാറ് വന്നു. അപ്പൊ എന്നെ ആരെണിപ്പിക്കും? ആൾക്കാർ വിചാരിക്കും എനിക്ക് എണീക്കാൻ പറ്റാത്തോണ്ടാണ്. നിങ്ങൾ കോമഡി ആണെന്ന് പറയടേ ആൾക്കാരുടെ അടുത്ത്. കോമഡിയാണ്. നോബിക്ക് എണീക്കാൻ പറ്റും ഒറ്റ അടിക്ക്. അവൻ പുഴുവരെ അടിക്ക് ഇവിടെ കിടന്നു. നമസ്കാരം നോബി. നമസ്കാരം സാർ. കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കളി യുവമാരൊന്ന് തെളിയുണ്ട് ചെറിയ. സാറിനൊരു കാറ്റടിച്ചായിരുന്നാ? അത് ഇവന്റെ തുഴച്ചിലിന്റെ കാറ്റായിരുന്നു അങ്ങോട്ട് അടിച്ചത്. പിന്നെ ദുബായിൽ നിന്ന് വന്നു. ദുബായിൽ നിന്ന് കുറച്ച് ദിവസമായി സാറേ വന്നിട്ട്. ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ. അല്ല മാച്ച് എന്ന് പറയടാ. വിശ്വസിക്കല്ലേ? അല്ല, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദുബായി പോയിട്ട് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസത്തിൻ്റെ കാസർഗോഡ് അവരുടെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉദ്ഘാടനം ഞാനായിരുന്നു. അല്ല, കാസർഗോഡ് പ്രത്യേക എംബസി ഉണ്ട്. അവരുടെ കളി ഞാനായിരുന്നു പിന്നെ ഉദ്ഘാടനം ചെയ്തത്. ബാറ്റ് ചെയ്ത് നിങ്ങൾ കൊച്ചുള്ളവരായതുകൊണ്ട് ഞാൻ വിട്ടു തരണല്ലേ, നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കി. കാസർഗോഡ് നല്ല ആൾക്കാരാ. കാരണം നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട് അവിടെ. പിന്നെ നമ്മുടെ പുതിയ എപ്പിസോഡൊക്കെ എങ്ങനെ? എപ്പിസോഡ് ഉടനെ വരും സാറേ. അല്ല, നമുക്ക് ഒരാൾക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ, ബാക്കിയുള്ളവരുണ്ടല്ലോ സാറേ. ഇവന്മാർ ഇപ്പോൾ ഒരാൾക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ബാക്കി ഇത്രയും പേരിക്കല്ലേ ശമ്പളം കൊടുത്ത്. അല്ല, അടുത്ത മാസം തുടങ്ങും സാറേ. കാരണം നോബി ലേലത്തിൽ അവനെ വിളിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു IPL-ന്റെ. അപ്പോൾ അത് വിളിക്കാത്തതുകൊണ്ട് ഇനിയിപ്പം ഫ്രീ ആണ്. പക്ഷേ ഇവന്റെ സെന്റിമെന്റ്സ് പൊളിക്കുമെന്നാണ് നമ്മൾ. അല്ലല്ല, അത് നല്ല പേസ്റ്റിന്റെ കൂടെ എപ്പോഴും ഒരു കീടാണ്. സാറ് പേസ്റ്റിന്റെ ബിസിനസ് എന്ന് തുടങ്ങിയോ അന്ന് മേലേക്കല്ല സൈഡ്. ആ റൗണ്ടിന്റെ സൈഡിലൊന്ന് കാണൂലേ, അതാണ് ഇത്. അതായത് തേച്ചാലും ചാവാത്ത കീടാണ് യഥാർത്ഥത്തില്. ഈ ആ പറയുന്നതൊരു ശരിയായ കാര്യമല്ല. കാരണം ഈ കീടാണുക്കളെ കൊല്ലുകയല്ല ടൂത്ത് പേസ്റ്റ് ചെയ്യാനുള്ള, പല്ല് വൃത്തിയാക്കിയാണ് ചെയ്യുന്നത്. പണ്ടുപോലുള്ള പരസ്യത്തിലെല്ലാം അങ്ങനെയല്ല സാർ. അതെ, 90 ജനത്തിനെ അടിച്ചേപ്പിച്ചേക്കണത്. കിൽസ് 99.9% അല്ലേ? ഇവന്മാരെല്ലാം പേരുണ്ട്. അപ്പോൾ നമ്മുടെതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ കൺസെപ്റ്റാണ്. അത് കൺസെപ്റ്റ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടായത്. പക്ഷെ അന്ന് നമുക്ക് ഈ സൂക്ഷ്മജീവികളെക്കുറിച്ചൊന്നും അത്രയ്ക്കുള്ള അറിവ് നമ്മുടെ സമൂഹത്തിനും സയൻസിനും ഇല്ല. അപ്പോൾ പിന്നെ അന്ന് അറിയാമല്ലോ, പലരും തേക്കില്ല, അപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അതിപ്പോഴും തേക്കില്ല, അത് വിട്. അപ്പോൾ അതൊക്കെ വെച്ചാണ് ടൂത്ത് പേസ്റ്റ് തുടങ്ങിയത്. പിന്നെ പല കാലഘട്ടത്തിലും അതിൻ്റെ കെമിക്കൽസിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്നും അത് ആൻറ്റി ബാക്ടീരിയൽ എന്നാണ് പറയുന്നത്. ആൻറ്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ അണുക്കളെ കൊല്ലുന്നതെന്നാണ്. പക്ഷേ 1974 DNA സീക്വൻസിങ് നമ്മൾ പ്രാവർത്തികമാക്കിയതിന് ശേഷം, നമ്മുടെ സയൻറ്റിഫിക് ലോകം അത് പ്രാവർത്തികമാക്കിയതിന് ശേഷം നമ്മുടെ വായ്ക്കകത്ത് അനേകായിരം സൂക്ഷ്മജീവികളുണ്ട്. അനേകായിരം അല്ല, ഏകദേശം 600 കോടി സൂക്ഷ്മജീവികളുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ വായ്ക്കകത്ത്. നമ്മുടെ ഭൂമിയിലുള്ളത് 750 കോടി ജനങ്ങളാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും വായ്ക്കകത്ത് 600 കോടിയോളം സൂക്ഷ്മജീവികളുണ്ടെന്നാണ് പറയുന്നത്. അത് ഏകദേശം 300 തൊട്ട് 600 ഇനത്തിൽപ്പെട്ടതാണ്. അതിൽ വളരെ ഒരു ചെറിയ അളവ് മാത്രമാണ് നമുക്ക് അപകടകാരിയായിട്ടുള്ളത്. ബാക്കി ഒരു 50-55% വരുന്നവ ന്യൂട്രലാണ്. പിന്നെ നല്ലൊരു വിഭാഗം എന്ന് പറയുന്നത് നമുക്ക് ബെനിഫിഷ്യലാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അതായത് ആ ആഹാരം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ, അതിൻ്റെ വിറ്റാമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ വളരെയധികം എൻസൈമുകൾ നമുക്ക് ആവശ്യമുണ്ട്. ആ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയാണിത്. അതിനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു നല്ലൊരു ജനസമൂഹത്തിനിടയ്ക്ക് ഒരു മിലിറ്റൻ്റ്, ഒരു ഭീകരവാദി കയറിയാൽ നമ്മളെല്ലാവരെയും കൂടെ ബോംബിട്ട് കൊല്ലുന്നത് മാതിരിയാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റുള്ള ടൂത്ത് പേസ്റ്റ് വെക്കുന്നത്. നിങ്ങൾ ആദ്യം ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ഡു നോട്ട് സോളോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഡു നോട്ട് സോളോ, വിഴുങ്ങരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിഴുങ്ങരുതെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നമ്മൾ വായിക്കാത്ത വെക്കുന്നത് കുറച്ചെങ്കിലും അകത്ത് പോകില്ലേ? അത് മാത്രമല്ല, സബ്ലിംഗ്വൽ മെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ ആൾക്കാർ തമ്പാക്ക് വയ്ക്കുന്നത് എവിടെയാ? കണ്ടുപിടിച്ചു തമ്പാക്ക് വയ്ക്കണത് ചുണ്ടിൻ്റെ അടിയിലാണ്. അപ്പോൾ അതെങ്ങനെ വിഴുങ്ങാതെ എങ്ങനെയാണ് നമുക്ക് പിടുത്തം വരണത്? അപ്പോൾ വായിക്കാത്ത വെക്കുന്ന സാധനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അത് ഞാൻ ഇപ്പോൾ തമാശയല്ല, തമ്പാക്കിനോട് ഉള്ള നമ്മുടെ ഒരു എതിർപ്പാണ്. അത് ആരും വിൽക്കാൻ പാടില്ല, ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതേസമയം ഇപ്പോൾ പെട്ടെന്ന് ഹാർട്ടിന് തകരാറുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് പെട്ടെന്നൊരു മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ആസ്പിരിൻ ഗുളിക നാക്കിനടിയിൽ വയ്ക്കും. അത് ബ്രെയിനിലൂടെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. അപ്പോൾ അതിന് സബ്ലിംഗ്വൽ മെഡിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള സിന്തസൈസ് ചെയ്ത കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അതിനൊരു മാറ്റം വരണം. സാർ, അപ്പോൾ സാറ് പറയുന്നത് എഡിനോറ പേസ്റ്റിൽ 1% പോലും കെമിക്കൽ ഇല്ലെന്നാണ്? അതെ, അത് സമ്പൂർണ്ണ ആയുർവേദ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ്. അതെ, അതായത് കംപ്ലീറ്റ് എഡിബിളും ആയുർവേദമായിട്ടുള്ള, അതായത് അതിൽ കഴിച്ചുകൂടാത്ത ഒരു സാധനം അതിനകത്തില്ല. വയറ്റിൽ പോയാലും കുഴപ്പമില്ല. അത് സയൻറ്റിഫിക്കലി പ്രൂവണാണ്. അതായത് നമ്മൾ ഓറൽ അക്യൂട്ട് ടോക്സിറ്റി ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതായത് വിൻസ്റ്റാർ അൽബിനോ റാറ്റിൽ നമ്മൾ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ബോഡി വെയ്റ്റിന് 300 mcg. അപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് 3 ഗ്രാം കഴിക്കാം. നിങ്ങൾക്കൊക്കെ ഒരു 10-15 ഗ്രാം കഴിക്കാം. പക്ഷേ പക്ഷേ നിങ്ങളിത് ജാമായിട്ട് ഉപയോഗിച്ചു എന്നും പറഞ്ഞ് യാതൊരു പ്രശ്നവും ഇല്ല. മനസ്സിലായില്ലേ? പക്ഷേ നമ്മളത് കഴിക്കാനല്ല പറയുന്നത്. ഇത് ടൂത്ത് പേസ്റ്റ് ആണ്. ഇതൊരു ആയുർവേദിക് പ്രൊപ്രൈറ്ററി മെഡിസിൻ ആണ്. എന്തൊക്കെയാണ് സാർ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മെസ്വാക്കാണ്. അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുന്ന, നിങ്ങൾ ഗൾഫിലൊക്കെ മെസ്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പല്ല് തേക്കുന്നതിന് വേണ്ടി അതിന് ടൂത്ത് ബ്രഷ് ട്രീ എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ജെയിംസ് ബോണ്ടിന്റെ സിനിമയിൽ വരെ അത് വെച്ചാണ് തേക്കണം. പക്ഷെ അത് വെച്ച് തേക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ വെച്ച് തേക്കുമ്പോൾ നമ്മുടെ ഗമ്മിന് ഡിപ്രീസിയേഷൻ വരും. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിനോറ എന്ന് പറയുന്നത് ഒരു പുതിയ ദന്ത ശുചീകരണ കൾച്ചറാണ് നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ബ്രഷ് ഹൊറിസോണ്ടലി ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പറയുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ശകലം വിരലിലെടുത്തിട്ട് 0.3 ഗ്രാം മതി, പല്ല് വൃത്തിയാകും. ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ പ്ലാക്കിയൊക്കെ ഇളകി പോകും, വൃത്തിയാകും.
അങ്ങനത്തെ ടൂത്ത് പേസ്റ്റ്. സാർ എന്തുകൊണ്ടാണ് ഇത് വേറെ കമ്പനി ഇത് ഇങ്ങനെ ചെയ്യാത്തത്? ഇത് ഞാൻ നമ്മളില്ല പറയാറില്ലേ, മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിന്നേ ഗമിക്കും ബഹുഗോക്കളല്ല എന്ന് പറയുന്നത് മാതിരി ഇതൊരു കെമിക്കൽ ഉപയോഗിച്ച് തുടങ്ങി. അത് മാത്രമല്ല, അത് വളരെ എളുപ്പമാണ്. സിന്തസൈസ് ചെയ്ത കെമിക്കൽ കൊണ്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുക. അതിൽ കാൽസ്യം കാർബണേറ്റ് ആണ് അതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ സോഡിയം ലൈറൽ സൾഫേറ്റ്, സോർബിറ്റോൾ. പിന്നെ ആൾക്കാരൊക്കെ പതയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുമോ? നിങ്ങൾക്ക് തന്നെ നാളെ പതയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അത് അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പക്ഷേ അതിനുള്ള മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരും. അപ്പോൾ നമ്മളിനി ജനങ്ങളിലേക്ക് എത്തണം നമ്മുടെ പേസ്റ്റ്. ഇതെവിടെ മേടിക്കാൻ കിട്ടും സാറേ? ഇത് edinora.com-ലൂടെയാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ ഈ വരുന്ന മാർച്ച് 25-ാം തീയതി തൊട്ട് തിരുവനന്തപുരത്തെ 4 സ്പെൻസർ സ്റ്റോഴ്സിൽ കിട്ടുന്നുണ്ട്. പിന്നെ ആൾ കേരള ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്, പ്രീമിയം സ്റ്റോഴ്സ്. പിന്നെ ഓർഗാനിക് സ്റ്റോഴ്സ് വഴി വിൽക്കുന്നതിനുള്ള മറ്റൊരു പ്രയത്നം കൂടി നടക്കുന്നുണ്ട്. ഇതിൻ്റെ വില കീറിയതാണ്. കാരണം പെർഫോമൻസിനാണ് വില, അതിന് വേറെ യാതൊരു നിവൃത്തിയില്ല. ഇത് 3 സെഗ്മെൻറ്റിലാണുള്ളത്. എഡിനോറ പ്രൈം എന്ന് പറയുന്നത് 485 രൂപയാണ്. എത്ര ഗ്രാമാണ് സാറേ? 90 ഗ്രാം. 90 ഗ്രാം. എഡിനോറ സെൻസിപ്രോ എന്ന് പറയുന്നത് 492 എഡിനോറ കിഡ്സ് എന്ന് പറയുന്നത് 498 രൂപയാണ്. കാര്യമില്ല, ഒരെണ്ണം മേടിച്ചോ. 3 ടൈപ്പ് ഉണ്ട്. സെൻസിപ്രോ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഡിപ്രിസിയേഷനൊക്കെ വന്നിട്ട് പല്ല് പുളിപ്പൊക്കെ ഉണ്ടവർക്ക് വളരെ. പിന്നെ ഈ ഇപ്പോൾ നമ്മുടെ അനൂപിൻ്റെ അച്ഛൻ ബാബുലേൻ ചേട്ടൻ പറഞ്ഞ കേട്ടില്ലേ, അദ്ദേഹം 1.5 വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് ഉണ്ട്, അപ്പോൾ പല്ലിന് മോണയ്ക്ക് ഇതുണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്, നീരുണ്ട്. അപ്പോൾ അതെല്ലാം മാറും. ഇത് ആയുർവേദിക് പ്രൊപ്പറേറ്ററി മെഡിസിനും കൂടെയാണ്. പൈസ കൊടുത്താലും നല്ല സാധനം കിട്ടുമല്ലോ നമുക്ക്. പൈസ കൊടുത്താൽ നല്ല സാധനം. പൈസ കൊടുത്താൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പൈസ ആരും നോക്കൂലെന്നാണ് തോന്നുന്നത് അല്ലേ? അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ചോദിച്ചില്ല ഇത് എല്ലാ കമ്പനിയും നിർമ്മിക്കാത്ത എന്താണെന്ന്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത്ര സുലഭമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 130 കോടി ജനങ്ങളുണ്ട്. 130 കോടി ജനങ്ങളും കൂടെ ഇത് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുള്ള മെസ്വാക്ക് മരം എവിടെ ഇരിക്കുന്നു, അതിമധുരം എവിടെ ഇരിക്കുന്നു, ഏലക്ക എവിടെ ഇരിക്കുന്നു, കുരുമുളക് നമുക്ക് തിന്നാൻ തന്നെ ഇല്ല. ഈ പേസ്റ്റിനൊക്കെ എന്തോ ടെസ്റ്റ് കഴിഞ്ഞ പേസ്റ്റാണ് ഇന്ന അംഗീകൃതം എന്നൊക്കെ എഴുതി വെക്കൂലേ? അതെ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ പേസ്റ്റ് നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ഫുഡ് ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഈ ബാക്കി പേസ്റ്റുകളെല്ലാം ഇതിൻ്റെ എല്ലാത്തിനും അനുവാദം ഉള്ളത് തന്നെയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുവദിച്ച സിന്തറ്റിക് കെമിക്കൽസ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അനുവാദമൊന്നും ഇല്ലാണ്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഇവിടെ അപ്രൂവ്ഡ് ആണ്, അതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിഫക്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. അതൊക്കെ കാലാകാലങ്ങളിൽ മാറും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് ഇപ്പോൾ ആസീസിനും നോവിക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ വീട്ടിലൊക്കെ പൂശാൻ വരുമായിരുന്നു ഇല്ലേ? പൂശാനായിട്ട് ഇപ്പോൾ ആരെങ്കിലും വരാറുണ്ടോ? എന്ന് പറയുന്ന ഒരു കാർസിനോജനാണ് ഇപ്പോൾ. നമ്മളെക്കാളും മൂത്താണ് സാറേ. ആകാശവാണി. അല്ല, ഇത് ഞാൻ തമാശ പറഞ്ഞല്ല. ഇത് അമേരിക്കയിലെ ഒരു കമ്പനി തുടങ്ങിയതാണ്. ഈ ഖനനവും പിന്നെ അതിനെ ലോകവ്യാപകമായിട്ട് വിൽപ്പന അവർ തുടങ്ങിയതാണ്. 1950 അവിടെ നിർത്തി. പക്ഷേ നമ്മുടെ ഇവിടെ ഏകദേശം 2000 വരെ ഉണ്ടായിരുന്നു. ഫുഡ് കണ്ടെയ്നർ സോൾഡർ ചെയ്യാനായിട്ട് ഇതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഈ ബിസിനസ്സിനിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും. നിങ്ങൾ എത്രയോ മെഡിസിൻസ് റീകോൾ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ അത് ഉപയോഗിച്ചവരോ? അതൊക്കെ സംഭവിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ആരോഗ്യത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് നമ്മൾ ജനങ്ങളോട് പറയുക, അധികാരികളോട് പറയുക. അപ്പോഴല്ലേ മാറ്റം വരുന്നത്. ഇത് പുറംലോകം അറിയണം. എന്നാൽ മാത്രമേ അതിനൊരു മാറ്റം വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ, നമ്മുടെ പ്രീമിയർ പത്മിനിയുടെ ബ്രാൻഡിങ് ഇപ്പോൾ എഡിനോറയാണ്. വിഷമില്ലാത്ത നല്ല ഉഗ്രം പേസ്റ്റ്, കളങ്കമില്ലാത്ത നല്ല ഉഗ്രം കോമഡികളുമായി എന്നും അല്ല, ശുദ്ധഹാസ്യത്തിന്റെ കൂടെ അണ്ണനുള്ള എപ്പിസോഡിൽ കളങ്കമില്ലാത്ത ബാറ്റിംഗ് കൂടെ വെച്ചാല. അപ്പോൾ നമ്മുടെ പ്രീമിയർ പത്മിനിയുടെ സ്പോൺസേഴ്സിനെ കണ്ടല്ലോ, ഇദ്ദേഹമാണ് നമ്മുടെ പ്രഭാകരൻ സാറാണ് നമ്മുടെ പ്രൊഡ്യൂസർ. സാറിൻ്റെ പുതിയ പ്രോഡക്റ്റാണ് എഡിനോറ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ കെമിക്കലില്ലാത്തൊരു ഗംഭീര പേസ്റ്റ് നമുക്ക് വേണ്ടി ഇറക്കിയിരിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടി ഇറക്കിയാണ്. ഇതിലേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, edinora.com വഴി നമുക്കിപ്പോൾ ഈ പേസ്റ്റ് കിട്ടും അവൈലബിളായിട്ട്. പിന്നെ കുറച്ച് ഷോപ്പിലുണ്ട്. നമ്മുടെ പ്രീമിയർ പത്മിനി സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. കൊടുക്കില്ലേ സാറേ? പിന്നെ തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രീമിയർ പത്മിനിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്.
ഗംഭീര ടൂത്ത് പേസ്റ്റാണ്, ഉപയോഗിക്കുക. കാര്യം സാർ പറഞ്ഞല്ലോ, കെമിക്കൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ വരും. ഇൻസൾട്ടാണ് മുരളി എന്ന് പറയുന്നൊരു ഗംഭീര എപ്പിസോഡായിട്ട് വരും. അപ്പോൾ നമ്മുടെ പ്രീമിയർ പത്മിനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എഡിനോറ പ്രസൻസ് പ്രീമിയർ പത്മിനി.